അങ്ങനെ ഒരു ഹദീസില്ലല്ലോ ഉസ്താദേ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 നമസ്കരിച്ചു എന്ന് ഈ ലോകത്ത് ഒരു തെളിവില്ല. ഈ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാവില്ല, ഒരു തെളിവില്ല. രണ്ട് കാര്യത്തിന് ഭൂമിയിൽ ഒരു തെളിവില്ല. ഒന്ന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ജനിച്ചത് എന്നതിന് ഭൂമിയിൽ ഒരു തെളിവില്ല. രണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവിയ നമസ്കരിച്ചത് 20 റക്അത്താകുന്നു എന്നതിന് ഭൂമിയിൽ ഒരു തെളിവില്ല. ഒറ്റ ഹദീസിലുമില്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരിയാണ്, വാക്കാണ്, ആജ്ഞാപനമാണ് അല്ലേ? അങ്ങനത്തെ റസൂലിൻ്റെ ഹദീസിൽ 20 നമസ്കരിച്ചെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. നോക്ക്, കണ്ണ് പൊട്ടിയിട്ടല്ല, കണ്ണുള്ള നിങ്ങൾ നോക്കൂ, എന്നിട്ട് പറ, കൊണ്ടുപോവാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 നമസ്കരിച്ച് എന്നൊരു ഹദീസ് ദുനിയാവിന്ന് എവിടെ നിന്നും കൊണ്ടുപോവാ? കണ്ണു പൊട്ടിപ്പോയ സഹോദര, ഒരുപാട് നിരവധി ഹദീസുകൾ നമ്മൾ ഒരൊറ്റ ഹദീസും കൊണ്ട് ഇടാൻ കഴിയില്ല. റസൂൽ 20 നമസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഹദീസ് ഇടാൻ കഴിയില്ല. 20 റക്അത്ത് നിസ്കരിച്ചതായിട്ട് റസൂലുള്ള സഹാബാക്കൾ 20 റക്അത്ത് നിസ്കരിച്ച സഹോദര, വഹാബി ഹദീസുകൾ നമ്മൾ 20 റക്അത്ത് നിസ്കരിച്ചതായിട്ട് നമ്മൾ ഒരുപാട് ഹദീസുകൾ ഓലപ്പടക്കം പൊട്ടും പോലെ ഇട്ടിട്ടില്ലേ? ഒരൊറ്റ ഹദീസ് ഇടാൻ കഴിയില്ല. റസൂലിൻ്റെ ചര്യ, റസൂൽ 20 നമസ്കരിച്ചു എന്നത് ഞാൻ 20, നിങ്ങൾ 20 നമസ്കരിക്കണം, തറാവി നിങ്ങളെല്ലാം 20 നമസ്കരിക്കണം, ഞാൻ 20 നമസ്കരിച്ച്, അല്ല ഞാൻ 20 നമസ്കരിക്കുക, ഒരു തെളിവ് ദുനിയാവൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഉസ്താദ്? ഹദീസ് ഇട്ടിക്ക് പോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലശേഷം ഓരോരുത്തരും പറയുന്ന ഹദീസാ വലിയ. അതൊന്നും നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ലേ സഹോദര? ഞങ്ങൾക്ക് കണ്ണ് കാണുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം 20 റമദാനിൽ 20 നമസ്കരിച്ചു, അല്ലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവിയ നമസ്കരിച്ചു എന്നൊരു ഹദീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എത്തുണ്ട് നിങ്ങൾ കൊണ്ട്